ഇങ്ങേറ്റ അസുഖമൊക്കെ മാറിയോ? ആ, നല്ലൊരു ഡോക്ടറായിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായിട്ടും മാറി. മോനെ കണ്ണ, നീ എപ്പോഴാ മോനെ വന്നത്? ആരാ എന്റെ അച്ഛനെ കൊന്നത്? ഞാനും എന്റെ അച്ഛനും കൂടെ ബുള്ളറ്റിൽ പോകുമ്പോ ഞങ്ങളുടെ വണ്ടിയിലേക്ക് ലോറി പായിച്ചു കയറ്റിയത് ആരാണെന്ന് ചോദിച്ചു കേട്ടില്ലേ? ആരാണ് എന്റെ അച്ഛനെ കൊന്നത്? എന്നെ ഈ വീൽ ചെയറിൽ ആക്കിയത് ആരാണെന്ന്? എനിക്ക് അറിയില്ല മോനെ. അറിയില്ല നിങ്ങക്ക്? അയ്യോ, ഒന്നും ചെയ്യല്ലേ കണ്ണ. അയ്യോ എന്റെ പൊന്നു മോനെ കണ്ണ, അവനെ വിട്ടേക്ക് വിട്ടേക്ക്. അയ്യോ അവനൊന്നും. പിന്നെ ആർക്കറിയാവുന്നേ? നിങ്ങൾക്കാണോ? സമനില തെറ്റിയ സമയത്ത് എന്റെ അച്ഛൻ ഇയാളുടെ ദേഹത്ത് കൂടിയ സമയത്ത് ഇയാൾ എന്നോട് പറഞ്ഞു എല്ലാം. ഞാനിവിടെ വന്നപ്പോ. എപ്പോ? ആര്? ഞാനോ? താനൊന്നും ഓർക്കില്ല. കാരണം അന്ന് താൻ മറ്റൊരു ലോകത്തായിരുന്നു. എപ്പോ? അന്ന് സത്യങ്ങൾ പറയണമെന്ന് പറഞ്ഞ് താൻ ഓടി നടക്കുകയായിരുന്നു. മോനെ, സമനില തെറ്റിയ സമയത്ത് ഓരോരുത്തരും പറയുന്നത് സത്യമാകുമോ മോനെ? ആയില്ലെങ്കിൽ വേണ്ട, ഈ സംഭവം ഞാൻ കേസാക്കാം. അയ്യോ, അപ്പൊ പോലീസ് കണ്ടെത്തിക്കോളും സത്യം എന്താണെന്ന്. മോനെ, ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാ പോകാൻ പോകുന്നേ. അയ്യോ അയ്യോ മോനെ, ചതിക്കരുത്. ഒരബദ്ധം പറ്റിപ്പോയതാ. അന്ന് മഴ കോരിച്ചൊരിയുന്ന സമയത്ത് ലോറി ഓടിച്ചു വന്നപ്പോ ഞാൻ ബൈക്ക് കണ്ടില്ലായിരുന്നു. ഇതൊരു കടമായിട്ട് തന്നെ ഞാൻ വച്ചേക്കും. കടം വീട്ടാൻ ഒരു അവസരം വരും എനിക്ക്. അന്ന് മുതലും പലിശ സഹിതം വീട്ടിയിരിക്കും. അയ്യോ, ഇനി അത് അനുഭവിക്കാൻ പോകുന്നതേ താനല്ല, തന്റെ മകള്. അയ്യോ, അവളുടെ കാര്യത്തില് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതനുസരിച്ചായിരിക്കും ഇനി അവളുടെ ജീവിതം മുന്നോട്ട് പോകാൻ പോകുന്നേ. അയ്യോ അമ്മേ. എന്റെ പൊന്നു മോനെ, അവളെ ഒന്നും ചെയ്യരുത്. ഇല്ല, ഒന്നും ചെയ്യില്ല. എങ്കിലും ഇയാളെ പോലെ അസുരന്റെ മനസ്സോടെ അവള് ജീവിക്കാൻ പാടില്ല. അവളെ നല്ലൊരു പെൺകുട്ടിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപകട സമയത്ത് കീറി മുറിഞ്ഞതാ എന്റെ ഹൃദയം. അന്നുണ്ടായ മുറിവുണ്ടല്ലോ, അതിപ്പോഴും കരിഞ്ഞിട്ടില്ല. അയ്യോ ക്ഷമിക്കണം. അതിന്റെ 4-ൽ 1 അംശമെങ്കിലും താനും തന്നെ വളർത്തി ഇല്ലാതാക്കി ഇവരും അനുഭവിക്കണം. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാ, തന്റെ മോളുടെ ജീവിതം പരിങ്ങലിലാണെന്ന് അറിഞ്ഞിട്ട് അവളെ എങ്ങാണം വിളിച്ച് ഇവിടെ കൊണ്ടു നിർത്താൻ ശ്രമിച്ചാൽ പിന്നെ അച്ഛനും മോളും തമ്മിൽ കാണില്ല. കണ്ണാ, പിന്നെ കാണാം ജയിലില്. അയ്യോ, ഇടയ്ക്കൊക്കെ മകൾ അച്ഛനെ കാണാൻ വരുമ്പോ. അങ്ങനെയൊന്നും ചെയ്യല്ല മോനെ. മോനെ കണ്ണ, കണ്ണ, എടാ ഞാൻ പറയുന്നൊന്ന് കേക്ക് മോനെ. മോനെടാ, എടാ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാടാ. നീ എന്നോടൊന്നും ക്ഷമിക്കടാ. ദേവിത് എന്റെ കൊച്ചിനെ ഒന്നും നീ ചെയ്യലടാ. അവിടെ ഒരു പാവം വെച്ചാടാ. കണ്ണ മോനെ, എടാ എടാ അറിയാതെ പറ്റിപ്പോയതാടാ. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലടാ. അതിന് നീ എന്നെ വേണമെങ്കിൽ ശിക്ഷിച്ചോ മോനെ. അയ്യോ സുമേഷേ, എടാ ഒന്നും പറയടാ. കണ്ണ കണ്ണ മോനെ, കണ്ണാ കണ്ണാടി താക്കണം. ഞാൻ ഒന്ന് പറയുന്നത് കേൾക്കണം. ഞാൻ പറഞ്ഞോട്ടാ. അയ്യോ അയ്യോ അയ്യോ, എന്റെ ദൈവമേ. നീയാണോട് സത്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു കൊടുത്തേ? സത്യങ്ങൾ എങ്ങനെയാ അറിഞ്ഞെന്ന് കണ്ണ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? അയ്യോ, ഞാൻ എപ്പോഴാ അവനോട് ഇതൊക്കെ പറഞ്ഞത് ആലോചിക്കലേ? അത് ആലോചിക്കാനൊന്നുമില്ല. ഇത് പറയാതിരിക്കാനാ എന്റെ വായില് ടേപ്പ് ഒട്ടിച്ചത്. ടേപ്പോ? എന്നിട്ട് എഴുന്നള്ളിച്ചിരിക്കുന്ന അത്ര നീ പറഞ്ഞോളോ? ഓ, അതോ അതിനേക്കാൾ കൂടുതൽ പറഞ്ഞോ? അല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് എന്തോ പറയാനമ്മേ? അല്ല, എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും.